Listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. വൈറ്റ് ടിപ്സ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ യുവജനങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായ വിവിധ ഘടകങ്ങളും അതോടൊപ്പം അവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഈ വൈറ്റ് ടിപ്സ് പരിപാടിയിലൂടെ ഈയിടെയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം മാധ്യമങ്ങളുടെ ഒരു അതിപ്രസര കാലഘട്ടമാണെന്ന് സാധാരണ പറയാറുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ എങ്ങനെയാണ് നമ്മെ സ്വാധീനിക്കുന്നത്, അതെങ്ങനെ ഗുണകരമായി തീരുന്നു, അതെങ്ങനെ ദോഷകരമാകുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. Mr. Jiju Varghese, motivation speaker, trainer and radio jockey. Reverend Dr. George Varghese, Marthoma Guidance and Counseling Center, Ernakulam. St. Joseph College of Communication, Media Village Hills, Kurishimud, Changanasheri. ഇവിടെ വന്നിരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെല്ലാം മീഡിയ സ്റ്റുഡൻസ് അല്ലേ? ആണല്ലേ? ഈ മാധ്യമങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന ഉടനെ അതിൻ്റെ പിറകിൽ നിങ്ങൾക്ക് വലിയ ഉദ്ദേശമൊക്കെ കാണുമല്ലോ. നിങ്ങളുടെ ഒരു ഉദ്ദേശം പറയാമോ? ഈ മാധ്യമങ്ങളെക്കുറിച്ചുള്ള പഠനം നിങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ പിറകിലുള്ള നിങ്ങളുടെ ഒരു ഉദ്ദേശം ഒന്ന് പറയാമോ? നമ്മളിപ്പം ഏറ്റവും കൂടുതലായിട്ട് എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാധ്യമം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ മാധ്യമങ്ങളെക്കുറിച്ച് പഠിക്കുക, ലോകത്തിന് ഏതെങ്കിലും ഒരു തരത്തിൽ ആ മാധ്യമത്തെക്കുറിച്ച് കാണിച്ചു കൊടുക്കുക. അതായത് ലോകത്തിന് എങ്ങനെ മാധ്യമങ്ങളിലൂടെ പ്രയോജനപ്രദമായി തീരാം എന്നുള്ളത് മനസ്സിലാക്കുവാനും നിങ്ങളിലൂടെ സമൂഹത്തെ നന്നാക്കുവാനും അല്ലെ ഹെൽപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ പഠിക്കുന്നതെന്നാണ് പറഞ്ഞല്ലേ? വളരെ നല്ല കാര്യം. അതിനുവേണ്ടിയാണോ നിങ്ങളെല്ലാം പഠിക്കുന്നേ? ഒരു നല്ല കാര്യം അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്ന് വരികിൽ ഇതിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള എല്ലാ മാധ്യമ വിദ്യാർത്ഥികളെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൽ പഴയ കാലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കാണുവാൻ സാധിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. രാവിലെ സമയത്ത് നമ്മൾ റോഡിലിറങ്ങി ഏതെങ്കിലും ജംഗ്ഷനിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു 5-6 പേര് ഒരുമിച്ച് കൂടിയിരിക്കും. സാധാരണഗതി അവിടെ ഒരു കാപ്പിക്കട കാണും, അവരുടെ ഒരു കയ്യിൽ ഒരു ചായ കാണും, മറ്റേ കയ്യിൽ പത്രവും കാണും. അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് പത്രം വായിക്കുന്ന ഒരു ശീലം പഴയ കാലം മുതൽ തന്നെ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാവരും വായനാശീലമുള്ള വ്യക്തികളാണ്. അതിൽ നമുക്കൊത്തിരി അഭിമാനം കൊള്ളാം. ഈ വായനാശീലം കുറേ കഴിഞ്ഞപ്പോൾ പത്രത്തിൽ മാത്രം ഒതുക്കി നിർത്താനായിട്ട് സാധിക്കുന്നില്ല. പത്രത്തിൻ്റെ സ്ഥാനത്ത് പിന്നെ റേഡിയോ വന്നു, പിന്നെ ടെലിവിഷൻ വന്നു, പിന്നെ കമ്പ്യൂട്ടർ വന്നു, പിന്നെ സെൽഫോൺ വന്നു. നമ്മുടെ മധ്യേ ഇതുപോലെയുള്ള ഒരുപാട് പുതിയ മാധ്യമ രീതികൾ പ്രചാരത്തിൽ വരുവാനായിട്ട് തുടങ്ങി. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ വളരെ തൽപരരാണ്. അപ്പോൾ പത്രം മാത്രമല്ല, എല്ലാ പുതിയ ഗാഡ്ജറ്റ്സും പുതിയ മാധ്യമ രീതികളും ഉപയോഗിക്കുന്നതിൽ നമ്മൾ വളരെ തൽപരരാണ്. ആ ഉപയോഗം ഒരുപാട് രീതിയിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗുണകരമായിട്ടുമുണ്ട്,
ദോഷകരമായിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചർച്ചയിലെടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാധ്യമങ്ങൾ ഇന്ന് ധാരാളം മാധ്യമങ്ങളൊക്കെ ജിജു ഇങ്ങനെ നമ്മുടെ ഉപയോഗത്തിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാവോ? ഒന്ന് പറഞ്ഞാൽ. വൈ നോട്ട് അച്ഛാ. വളരെയധികം സന്തോഷം. വൈ ടിപ്സിൽ മീഡിയ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഈ ഒരു അഭിപ്രായം ഷെയർ ചെയ്യാൻ കിട്ടിയ ഒരു വലിയ അവസരത്തിനു വേണ്ടി ഷലോം ടി വിക്ക് താങ്ക് യു പറയുന്നു. മാധ്യമങ്ങൾ പല രീതിയിലാണ് ഒരു മനുഷ്യ ജീവിതത്തിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പല രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ വെച്ചാൽ പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ ആദ്യത്തെ ആക്ടിവിറ്റി, സ്പെഷ്യലി നമ്മൾ മലയാളികളിലുള്ള സ്വഭാവം അച്ഛൻ പറഞ്ഞ പോലെ പത്രത്തിനെ കാത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന എത്ര പേരുണ്ടോ? ഒന്ന് കൈവക്കിക്കേ. ഗുഡ്. അന്നേരം ഏത് രീതിയിലത്തെ മാധ്യമങ്ങളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വാർത്തകൾ അറിയാൻ വേണ്ടി? ടി വി. ഞാനൊരു ചോദ്യോടെ ചോദിച്ചോട്ടെ, എത്ര പേര് മൊബൈലിൽ തന്നെ പത്രങ്ങൾ വായിക്കുന്നു? മൊബൈലിൽ പത്രങ്ങൾ. പത്രവായന ശീലം മാറിയിട്ടില്ല, വായിക്കുന്നതിൻ്റെ രീതി മാറിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു മാധ്യമത്തോടുള്ള ഒരു താല്പര്യം, എഴുന്നേറ്റാൽ ആദ്യം സർവേശ്വരനോട് നന്ദി പറഞ്ഞേച്ച് നമ്മൾ മാധ്യമത്തോട് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഉടനെ ഈ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളതാണ്. ആദ്യം കാണുന്ന മാധ്യമത്തിൽ വരുന്ന ന്യൂസ് എന്നെയും എൻ്റെ ജീവിതത്തിനെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് തീർച്ചയാണ് നിങ്ങളുടെയും ജീവിതത്തിൽ അത് വളരെയധികം പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലേ? എനിക്കതിനകത്ത് ഒരു ചെറിയ പ്രയാസമുള്ളത്, ഈയിടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് പത്രം എടുത്താലും ആദ്യം ഒരു അതിൻ്റെ തലക്കെട്ട് എന്താണെന്ന് ഒന്ന് നോക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കറക്റ്റ്. പക്ഷേ ഇപ്പോൾ അത് കാണത്തില്ല. അതിന് പകരമായിട്ട് ഫ്രണ്ട് പേജ് വലിയൊരു അഡ്വർടൈസ്മെന്റ് അവിടെ വരുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അച്ഛാ പറഞ്ഞത്. ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ മനസ്സ് പോയി, പിന്നെ ആ പത്രം വായിക്കാൻ തോന്നത്തില്ല. ഞാനിതിൻ്റെ തലക്കെട്ട് എന്താണെന്ന് അറിയാൻ ആ പത്രം നോക്കുന്നത്. ഉടനെ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടാൽ എനിക്ക് പിന്നെ ആ പത്രത്തിൻ്റെ ബാക്കി ന്യൂസ് വായിക്കാൻ ഒരു താല്പര്യം ഉണ്ടാകാറില്ല. സാർ പറഞ്ഞിട്ടെ സാർ, ബാക്കി പറഞ്ഞു. അച്ഛാ, ഈ പറഞ്ഞ തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഈ കണ്ട അഡ്വർടൈസ്മെന്റ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിനെ ചിലപ്പം സ്വാധീനിക്കുന്നത്, അല്ലെ വന്ന വാർത്തയായിരിക്കും നിങ്ങളെ സ്വാധീനിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? അച്ഛൻ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ചോദ്യം തന്നെ ഇവിടെ പഠിക്കാൻ വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം പത്രം എടുത്താൽ ആദ്യത്തെ 1-2 പേജുകൾ അവരതിനായിട്ട് മാറ്റിവെക്കും, അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി മാത്രം. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അതിൻ്റെ മറ്റൊരു വശം മനസ്സിലായത്. ഈ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടെങ്കിലേ പത്രം അല്ലെങ്കിൽ ചാനൽ നടന്നു പോകത്തുള്ളൂ. ഇവർക്ക് ഈ ന്യൂസുകൾ, അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ന്യൂസുകൾ തരണമെങ്കിൽ ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് കൊടുത്തേ പറ്റൂ. വേറെ ഫ്രണ്ട് പേജിൽ തന്നെ വേണമെന്നുണ്ടോ? നമ്മൾ പത്രം എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഫ്രണ്ട് പേജാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്യാൻ എളുപ്പം ഫ്രണ്ട് പേജാണ്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരസ്യം നമ്മൾ ആദ്യം നോക്കും. കാരണം ആദ്യം വാർത്ത കാണുന്നതിന് മുമ്പേ ആ പരസ്യം കാണും. ചിലപ്പോൾ അവസാന പേജിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അത്രയും പെട്ടെന്ന് ആ പരസ്യം ന്യൂസ് വാല്യൂവിനേക്കാൾ പ്രാധാന്യം പരസ്യമാണെന്ന് സാരം. അതെ അതെ. നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണാനല്ലല്ലോ നമ്മൾ ന്യൂസ് ഡെയിലി വായിക്കുന്നത്. അപ്പോൾ അത് ഫ്രണ്ട് പേജിലാണ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ ശ്രമിക്കുന്നത് എന്താണ് ഇന്നലെ ഒരു ദിവസം എന്താണ് കഴിഞ്ഞു പോയത്, എന്താണ് സംഭവിച്ചത്, അതറിയാനാണ് നമ്മൾ സത്യം പറഞ്ഞ ന്യൂസ് പേപ്പർ എടുക്കുന്നത്. ഫ്രണ്ട് പേജിൽ തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് വന്നാൽ അതിനെന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങൾ തന്നെ അതിനകത്തൊരു സംശയം രേഖപ്പെടുത്തുക. യെസ്, ഇപ്പോൾ പറഞ്ഞല്ലോ അഡ്വർടൈസ്മെന്റ്സ് ഇപ്പോൾ കൊടുക്കാതിരിക്കാനാണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷേ അങ്ങനെ ആയാൽ എന്തുകൊണ്ട് പുതിയ ഇന്നോവേഷൻസ് ഒക്കെ നമ്മൾ അറിയും. എല്ലാവരും ന്യൂസ് പേപ്പറാണ് വായിക്കുന്നത്. അപ്പം മെയിൻ ആ ഒരു റോള് ന്യൂസ് പേപ്പറിനാണ് പുതിയ ഇന്നോവേഷൻസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. അപ്പം അഡ്വർടൈസ്മെൻറ്റ്സ് കൂടുതൽ ന്യൂസ് പേപ്പറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലൊരു പോയിൻ്റാണ്. യെസ്. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു എന്ന് കരുതി പത്രം വായിക്കാതിരിക്കത്തില്ല. ഒരു പേജ് മറിച്ചാൽ പോരെ. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് വേണ്ടേ പത്രത്തിന്? പേജ് മറിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. കുഴപ്പമില്ല. അപ്പൊ ഫ്രണ്ട് പേജിൽ തന്നെ അഡ്വർടൈസ്മെന്റ് വന്നാലും വലിയ കുഴപ്പമില്ല. പൊതുവെ നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? യെസ്. അത് മാത്രമല്ല, ഇപ്പോൾ അഡ്വർടൈസ്മെന്റ്സ് കൂടുന്നെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ വാർത്ത വന്നെന്നിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ കാണുന്ന ആദ്യ വാർത്ത ഒന്നെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തയായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പീഡനം. ഇതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം മാധ്യമം എന്ന് പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ ആഗ്രഹിക്കുന്നത്
അവരെ പ്രിഫർ ചെയ്യുന്ന, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകളാണ്. അപ്പോൾ അവർ ആദ്യമേ പത്രം കാണുമ്പോൾ ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ അങ്ങനത്തെ ഒക്കെ കാണുവാണെങ്കിൽ അവർക്കൊരു ആശ്വാസം. ഇപ്പോൾ ഇന്ന സമയമായി ഇന്ന പോലെ ഡ്രസ്സ് എടുക്കാം അങ്ങനെ. അപ്പോൾ നല്ല മൈൻഡോടെ തന്നെ ആയിരിക്കും അവർ പത്രം തുറക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞാൽ ഇന്ന കൊലപാതകം ഇത്ര ദാരുണമായി കൊന്നു, ഇപ്പോൾ കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. കൊടുക്കുന്ന ന്യൂസിനെ കുറിച്ചുള്ള ആ ഒരു രീതിയിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പോഴേ ഈ പത്രം വായനയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയെന്നുള്ളതേ ഉള്ളൂ. ഇദ്ദേഹം പറഞ്ഞ ആ പോയിന്റിലേക്ക് നമുക്ക് വരാം. ജിജു സാറ് ചില കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വന്നത്. സാർ ബാക്കി തുടങ്ങാട്ടെ. ഉടനെ ഈ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിനെ ഏത് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ പഠിക്കുന്നൊരു കുട്ടിക്ക് പഠിക്കേണ്ട സാധ്യതകൾ ഏതൊക്കെയുണ്ട് എന്നുള്ള ഒരു ഫീച്ചർ മാധ്യമങ്ങൾ പലപ്പോഴും ഫീച്ചർ ചെയ്യുന്നതാണ്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും, ഈ വാർത്താ മീഡിയങ്ങൾ അല്ലെ ദ മാസ് മീഡിയ, അതിനകത്ത് ന്യൂസ് പേപ്പറുകളിനകത്ത് കരിയർ കൗൺസിലിംഗ് കണ്ടിട്ടുണ്ടോ? അതെന്ത് നല്ലൊരു ഭാഗമാണ്. ഉടനെ ആ ഒരു കരിയർ കൗൺസിലർ ആയിരിക്കും ഒരു വ്യക്തിയെ വെച്ചാൽ വളരെയധികം സ്വാധീനിക്കുന്നതും കരിയറിനെയും ലൈഫ് പാത്തിനെയും തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പുതിയ പുതിയ പാചക രീതികളുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ഇൻഫ്ലുവൻസസ് ഒരു മനുഷ്യനെ, ഒരു വ്യക്തിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു കഴിവാണ് ഈ മാസ് മീഡിയ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലോകം അനുഭവിക്കുന്നതാണ് തരംതാക്കൽ. അല്ലെങ്കിൽ 17,000 അല്ലെ 20,000 ഒരു മൊബൈൽ ഫോൺ എനിക്ക് മേടിക്കാൻ കഴിയുമോ? അല്ലെ 3 ലക്ഷത്തിൻ്റെ ഒരു നല്ല കാണാൻ കൊള്ളുന്ന ഒരു വണ്ടി എനിക്ക് മേടിക്കാൻ കഴിയുമോ? അങ്ങനത്തെ ഉള്ള ഒരു എബിലിറ്റി ഇല്ലാതെ വരുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇൻഫീരിയറായിട്ടുള്ള ഒരു ഫീലിംഗ് പലപ്പോഴും വരാറുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ എല്ലാവരെയും നമ്മുടെ ജീവിതത്തിനെയും സ്വാധീനിക്കുന്ന ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫേസ് ആണ് മീഡിയ. അതായത് ഗുണകരമായിട്ടും ദോഷകരമായിട്ടും ഈ മാധ്യമങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അതെ. ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സാധാരണയായിട്ട് ആളുകൾ ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത് ഈ ഏതെങ്കിലും കൊലപാതകങ്ങൾ, അല്ലെന്ന് വരിയിലെ പിടിച്ചുപറികൾ, അല്ല എന്ന് വരിക മോഷണങ്ങൾ, അല്ല എന്ന് വരിക അബ്യൂസുകൾ, ഇതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് കൂടുതലും ഇപ്പോൾ ആളുകളെ ആസ്വദിച്ച് വായിക്കുന്നത്. ഇത് ആസ്വദിച്ച് വായിപ്പിക്കത്തക്ക രീതിയിൽ മാധ്യമങ്ങളുടെ ഒരു ശ്രമം അതിൻ്റെ പിറകിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ടൊന്നും ആരും തന്നെ ഇറങ്ങില്ല. പക്ഷെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ, എവിടെ വെച്ച്, ഭയങ്കര ആകാംക്ഷയാണ്. പലപ്പോഴും നമ്മൾ പത്രങ്ങളെടുത്താൽ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ നടക്കാറുള്ളത് മെയിനായിട്ട് കൊലപാതകം, അതേപോലെ ഈ പ്രശ്നങ്ങൾ മാത്രം എടുത്ത് കാണിക്കണുള്ളൂ പത്രം. പക്ഷെ നല്ല നല്ല കാര്യങ്ങൾ കാണിക്കാം അവർ പലപ്പോഴും, അത് മാത്രം ചെറിയൊരു ബോക്സിൽ. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ എടുത്ത് കാണിക്കണം. അത് ബാക്കിയുള്ളവർക്ക് കണ്ടിട്ട് അവർക്ക് തോന്നണം നമുക്കും ചെയ്യണം. അപ്പോൾ ഒരു മീഡിയ ആയിട്ട് അല്ലെ പത്രത്തിൻ്റെ ഒരു ധർമ്മമാണ് ആളുകളുടെ ഈ ചിന്താ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അത് പോസിറ്റീവായിട്ട് ആയിരിക്കണം. അതിന് ശരിയായ രീതിയിൽ ആളുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കത്തക്ക രീതിയിലുള്ള പോസിറ്റീവ് ആസ്പെക്റ്റുകളുള്ള ന്യൂസുകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത് അല്ലേ? ഞാൻ ഒരിക്കൽ ഇപ്രകാരം ഒരിടത്ത് വായിക്കുകയുണ്ടായി. ഈ അമേരിക്കയിൽ കുറേ നാളുകൾ പത്രത്തിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കാതായി. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്ത ആ പത്രക്കാർ കൊടുക്കുകയില്ല. അങ്ങനെ ആ വാർത്തകൾ കുറേ നാൾ കൊടുക്കാതെ വന്നപ്പോൾ അമേരിക്കയിലെ ആത്മഹത്യാ നിരക്ക് കുറഞ്ഞു എന്നാണ് അതിൻ്റെ റിസൾട്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. ഈ ആത്മഹത്യയെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് മഹത്വീകരിച്ച് പത്രത്തിലൊക്കെ കൊടുക്കുമ്പോൾ അത് ചെയ്യണ്ട എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നവനും ഇത്രയും വലിയ കാര്യമാണെങ്കിൽ ഒന്ന് ചെയ്താൽ കൊള്ളാം എന്നൊരു ചിന്തയൊക്കെ ചിലപ്പോൾ മനസ്സിലുണ്ടായി എന്ന് വരാം. അപ്പോൾ അതാണ് ഈ പത്രധർമ്മത്തിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത്. ആളുകളിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വളർത്തുവാൻ പര്യാപ്തമായ കാര്യങ്ങൾ ഇതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെ ആളുകൾക്ക് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ പറയാനായിട്ടുണ്ടോ? യെസ്, അച്ഛപ്പോൾ പറഞ്ഞ പോലെ തന്നെ, കാരണം യുവജനങ്ങൾ അല്ലെങ്കിൽ യൂത്ത് എന്ന് പറയുന്നത് പുതുമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ
മീഡിയയിൽ എന്ത് തന്നെ പുതുതായിട്ട് വന്നാലും അതിനെ എനിക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോരുത്തരും. നമ്മളിപ്പോൾ ഞാൻ ന്യൂസ് സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്. വായിച്ചപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഒരിക്കൽ ഒരു 12 ന്യൂസിൻ്റെ പരസ്യം കണ്ടായിരുന്നു. അതിൽ കൊടുത്തുന്നു, നട്ടുച്ചയ്ക്ക് ഒരു തണുത്ത വെളുത്ത പ്രഭാതം കാണാം, അല്ലെങ്കിൽ പാതിരാത്രിയിൽ ഉദിച്ചു നിൽക്കുന്ന പ്രഭാത സൂര്യനെ കാണാം എന്നിങ്ങനെ. അപ്പോൾ അവിടെ മനുഷ്യനെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾ മീഡിയയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മീഡിയ കൂടുതൽ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയി തീരാമെന്നൊരു ചിന്ത അവിടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 7-8 വർഷം മുമ്പുള്ള ഒരു ന്യൂസായിരുന്നു, ഞാൻ വായിച്ചതായിരുന്നു. അവിടെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തൻ്റെ കൂട്ടുകാരനെ കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്. അപ്പോൾ അവനെ പോലീസ് പിടിച്ചു, അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവനൊരു സിനിമ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് അങ്ങനെ ആ കൊലപാതകം ചെയ്തതെന്നാണ്. അല്ലെങ്കിൽ നമുക്കെല്ലാവരും റാംബോ എന്ന് പറയുന്ന സിനിമ നമ്മളിവിടെ ഏകദേശം പേര് കണ്ടിട്ടുള്ളതാണ്. അതിൽ 1st, 2nd, 3rd 3 പാർട്ടിലും കൊലപാതകം ചെയ്യുന്നുണ്ട് റാംബോ, അതിൽ മെയിൻ നടൻ. അപ്പോൾ ആദ്യത്തേൽ 58 പേരെ കൊല്ലുന്നു, രണ്ടാമത്തേൽ 76 പേരെ കൊല്ലുന്നു, മൂന്നാമത്തേൽ 111 പേരെ കൊല്ലുന്നു. അപ്പോൾ ഈ ഒരു കണക്ക് വെച്ചിട്ട് ആ പയ്യൻ നോക്കിയപ്പോൾ എനിക്ക് എന്തുകൊണ്ട് എന്നെ ഒരിക്കൽ ആ പയ്യനെ തള്ളിയിട്ടായിരുന്നു, ആ കൊന്ന പയ്യനെ തള്ളിയിട്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ പകരം വീട്ടിൽ കൂടെ എന്നൊരു ചിന്ത ആ കുട്ടിയിലേക്ക്, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിയിലേക്ക് ഇത്രയും വലിയൊരു ചിന്ത കൊണ്ടുവന്നു. അവൻ കത്തി കൊണ്ടുപോയി തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടായിരുന്നു. കാരണം അവൻ്റെ ഷൂസിൽ ഈ സൈഡിൽ സോക്സിനിടയിൽ കത്തി വെച്ച് ഒളിപ്പിച്ച് കൊണ്ടുപോയി കൂട്ടുകാരനെ ബേക്കിൽ നിന്ന് പിടിച്ച് സിനിമയിൽ കണ്ടതുപോലെ തന്നെ അതേപോലെ അനുകരിച്ചു, കഴുത്തറുത്ത് കൊന്നു. അപ്പോൾ ഇവിടെ മീഡിയയുടെ ഒരു അതിപ്രസരണം അല്ലേ, കാരണം മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു അതിപ്രസരണം നമ്മളതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പോസിറ്റീവിനെ നമ്മൾ സത്യം പറഞ്ഞാൽ മാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന പോസിറ്റീവിനെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ കൂടുതൽ സംഭവിക്കുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു വന്നു. പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഇത് പോസിറ്റീവ് ആണല്ലോ, ഇതിന് വേറെ പ്രശ്നമൊന്നുമില്ല, അത് കഴിഞ്ഞു. പോസിറ്റീവിന് വലിയ പ്രാധാന്യം അവിടെ കൊടുക്കുകയില്ല, എന്നാൽ നെഗറ്റീവിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഒരു പരസ്യം പത്രത്തിലോ TV-യിലോ ഒക്കെ ഒരു പരസ്യം കാണുകയാണെങ്കിൽ അതുപോലെ ആയി തീർന്നാൽ എന്താ എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ ആയി തീരാനുള്ള ഒരു ആഗ്രഹവും ശ്രമവും നമ്മളിൽ ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, അഥവാ അങ്ങനെ ആയി തീർന്നില്ലെങ്കിൽ അപ്പൊ എനിക്ക് എന്നെ കുറിച്ചുള്ള ചിന്ത എന്നാ? അതാണ് സാറ് നേരത്തെ പറഞ്ഞത്, നമുക്ക് എന്നെ കുറിച്ച് തന്നെ ഒരു തെറ്റായ ധാരണ അവിടെ തന്നു എനിക്ക്. എന്തുവാ തെറ്റായ ധാരണ? അതാണ് പറയുന്നത്, എനിക്ക് അവിടെ അങ്ങനെ ആയി തീരാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ പിന്നെ ഇൻഫീരിയർ കോംപ്ലക്സ് ഞാൻ അവിടെ മോശമായി പോയി, ഈ പരസ്യത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ കാണുന്നത് പോലെ ഞാൻ ആയിത്തീരുന്നില്ലെങ്കിൽ ഞാൻ അവിടെ മോശമായി പോയി എന്നുള്ളൊരു ചിന്ത. ഞാൻ മോശമായി പോയി എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നത് അല്ലേ? വ്യക്തിത്വത്തെ ബാധിക്കുന്നു. നമ്മുടെ സെൽഫ് എസ്റ്റീം നമുക്ക് നഷ്ടമാകും. അതെ, അപകർഷതാബോധം നമ്മളിൽ വളരും. അതെ, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകും. ശരിയല്ലേ സാറേ? ശരിയാണ് അച്ഛാ. ആ പറഞ്ഞ കറക്റ്റ് ഒരു കാര്യമാണ്. ഹൗ മീഡിയ ഇൻഫ്ലുവൻസസ് എ പേഴ്സൺസ് ലൈഫ് എന്നൊരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുകയുണ്ടായി. ഇസ്രായേൽ രാജ്യത്തെ എല്ലാ പത്രങ്ങളും അതിൻ്റെ ആദ്യത്തെ പേജ് എപ്പോഴും പോസിറ്റീവ് ന്യൂസേ ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു കർഷകൻ ഒരിക്കൽ ഒരു ക്യാബേജ് ഉണ്ടാക്കിയുണ്ടായി, ഏകദേശം 10 കിലോ വെയിറ്റ് ഉള്ളൊരു ക്യാബേജ്. അത് ഫ്രണ്ട് പേജ് ന്യൂസ് വന്നപ്പോൾ സകല കർഷകരും ആഗ്രഹിച്ചു അതുപോലത്തെ ഉൽപാദനം, അതുപോലത്തെ പ്രൊഡ്യൂസേഴ്സ് എനിക്ക് ഉണ്ടാകണം, അതുപോലത്തെ കൃഷി എനിക്കും ചെയ്യണം എന്നുള്ളൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് മനുഷ്യരുടെ ജീവിതത്തിൽ വന്നു തുടങ്ങി. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അഥവാ എല്ലാ മാധ്യമങ്ങളും ഒരു തീരുമാനമെടുക്കുക, ഞാൻ പോസിറ്റീവ് ന്യൂസ് മാത്രമേ ആദ്യത്തെ പേജിൽ കൊടുക്കുകയുള്ളൂ. ആ ദിവസത്തിൽ എൻ്റെ ഒരു 100% ബിലീഫാണ്, ആ ദിവസം ആ വായിക്കുന്ന വ്യക്തി എപ്പോഴും പോസിറ്റീവായിട്ടേ വരത്തുള്ളൂ. അതെ, നമ്മൾ ഈ മാധ്യമ ധർമ്മത്തെക്കുറിച്ചാണ് ഇപ്പോൾ സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യരെ പോസിറ്റീവായിട്ട് വളർത്തുവാൻ തക്കവണ്ണം ഉള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം. അതുകൊണ്ട് ആദ്യ ഭാഗങ്ങളിൽ, മുഖപത്രത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇതുപോലുള്ള പോസിറ്റീവ് ന്യൂസുകൾ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരഭിപ്രായമാണ് പറഞ്ഞത്. ഇത് എന്തോ പറയാൻ ശ്രമിക്കുകയാണല്ലോ. അച്ഛനിപ്പോൾ മാധ്യമധർമ്മത്തെ പറ്റി പറഞ്ഞല്ലോ. സത്യത്തിൽ നമ്മുടെ ന്യൂസ് ഫീൽഡിലുള്ള ന്യൂസ് മേക്കേഴ്സിന് അവർക്ക് സത്യം പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടാണ് സത്യത്തിൽ മാറ്റേണ്ടത്. കാരണം സത്യം പറഞ്ഞാൽ അവർ നാളത്തെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒത്തിരി ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, പക്ഷേ ഞാൻ എന്ത് ടൈപ്പ് ന്യൂസ് ഇറക്കിയാലാണ്
ആ റീഡേഴ്സ് വായിക്കുക എന്ന കാര്യം അവർ ചിന്തിക്കും. അതായത് മനുഷ്യന്റെ വളർച്ചയെക്കാളിൽ പ്രാധാന്യം നൽകുന്നത് പത്രത്തിന്റെ എണ്ണത്തിൽ വളരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെയുള്ളതിന് ഊന്നൽ കൊടുത്തേല് ഇപ്പോൾ ഇതൊക്കെ നിലനിൽക്കുകയുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പരസ്യം തന്നെ അത് തന്നെയല്ലേ, എങ്ങനെ നാളത്തേക്ക് നിലനിൽക്കാം, നാളെ എന്റെ ന്യൂസ് പേപ്പർ എങ്ങനെ മറ്റുള്ളവർ വീണ്ടും വായിക്കാൻ തോന്നുക. അപ്പൊ അതിനുള്ള മാക്സിമം ശ്രമങ്ങൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ടൈപ്പ് ന്യൂസ് ഇറക്കിയാലാണ് മറ്റുള്ളവർ വായിക്കാൻ പറ്റുക, മറ്റുള്ള ന്യൂസ് പേപ്പേഴ്സ് അപേക്ഷിച്ച് എന്റെ ന്യൂസ് എന്താണ് എടുത്തു കാണിക്കുക, ഇതൊക്കെയാണോ സത്യത്തിൽ നമ്മുടെ ന്യൂസ് മേക്കേഴ്സ് ചെയ്യുന്നത്, ഓരോ പബ്ലിഷേഴ്സും ചെയ്യുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ ഈ ഒരു ചിന്താഗതിയാണ് സത്യം പറഞ്ഞാൽ മാറേണ്ടത്. കാരണം ഓഡിയൻസിന് അതിനനുസരിച്ച് ആ ഒരു ഇതിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു പീഡന കേസ് തന്നു, അത് പൊക്കിപ്പിടിക്കും, അത് കുറച്ച് നാളത്തേക്ക് പൊക്കിപ്പിടിക്കുമ്പോൾ വേറൊരു അഴിമതി നടന്നു, അപ്പോൾ അതിലേക്ക് പോകും, അപ്പോൾ ഇതങ്ങോട്ട് ഡൗൺ ആയി പോകും. അപ്പോൾ ഇതിൻ്റെ കാര്യം പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല, പിന്നെ അത് വീണ്ടും പഴയ പോലെ പോലീസ് കേസ് അതുപോലത്തെ ഈ മനുഷ്യർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വിഷയങ്ങളിൽ മനുഷ്യരുടെ താല്പര്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു സംഗതിയും ഈ മാധ്യമങ്ങളിലൂടെ ചെയ്യുന്നുണ്ട് ഇല്ലേ? സത്യം. നമുക്ക് വേണ്ടാത്തൊരു സാധനം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ആരാ? പരസ്യങ്ങളല്ലേ വാങ്ങിപ്പിക്കുന്നത്. അപ്പോൾ ഏത് വിഷയത്തിൽ നമ്മൾ താല്പര്യം എടുക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുക കൂടിയാണ് പത്രം ചെയ്യുന്നത്. പണ്ട് നിലനിന്നിരുന്ന സത്യം, നീതി, ധർമ്മം എന്നീ മൂന്ന് വാക്കുകൾ പാലിക്കുന്ന എത്ര പത്രങ്ങൾ ഇന്ന് നമുക്ക് കിട്ടാനുണ്ട്. പണ്ടുണ്ടായിരുന്നു, അതൊക്കെ അന്യം നിന്ന് പോയി. കാരണം അവർ പാലിച്ചത് സത്യം, നീതി, ധർമ്മം എന്നീ 3 വാക്കുകളായിരുന്നു. ഇന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ നാളേക്ക് അവരെ കൊണ്ട് എന്ത് വായിപ്പിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടാണ് അവർ പത്രം എഴുതുന്നത്. അപ്പോൾ അവിടെ ധർമ്മത്തിന് എന്തോ വിലയുണ്ടെന്നാണ് ഇദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം അല്ലേ? ഓക്കെ, ഇദ്ദേഹം കൂടി ഒരു സംശയം ഉണ്ടല്ലോ, അതോട് പറഞ്ഞു. ഈ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് നമ്മളെപ്പോഴും ഫ്രണ്ട് പേജിൽ കൊടുക്കേണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി അവൻ വളർന്നു വരുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് മാത്രം വായിച്ച്, ഫ്രണ്ട് പേജിലെ ന്യൂസ് മാത്രം വായിച്ച് അവൻ വളർന്നു, അവൻ പുറത്തോട്ട് പോകുന്നു. പക്ഷേ ഈ പുറത്തുള്ള ലോകം എന്ന് പറഞ്ഞാൽ ഈ പെർഫെക്റ്റ് ആയ പോസിറ്റിവിറ്റി മാത്രമുള്ള ലോകം അല്ലല്ലോ. അവിടെ നെഗറ്റീവ് ഉണ്ട്, അവിടെ കൊലയുണ്ട്, കൊലപാതകമുണ്ട്, പീഡനമുണ്ട്, ഇതെല്ലാം ഉള്ളൊരു ലോകത്തേക്കാണ് അവൻ പോകുന്നത്. അപ്പോൾ അവൻ അതും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ പോസിറ്റീവ് മാത്രം അറിഞ്ഞുകൊണ്ടൊരു വ്യക്തി വളർന്നു വന്നാൽ ഈ നെഗറ്റീവായിട്ടുള്ളൊരു ലോകത്തിലേക്ക് ഇവൻ ഇറങ്ങി ചെല്ലുമ്പോൾ അതിനെ നേരിടാൻ എങ്ങനെ ഇവൻ കെൽപ്പുള്ളവനായി തീരും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത് കേട്ടോ. അപ്പം നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ പത്രങ്ങളിൽ കൊടുക്കണ്ട എന്നല്ല ഇതുവരെ ചർച്ച ചെയ്തത്, അത് കൊടുക്കണം. എന്നാൽ നമ്മൾ ആദ്യം കാണുന്ന ചില ന്യൂസുകൾ നമ്മുടെ വ്യക്തിത്വത്തെ എങ്ങനെ സ്വാധീനിക്കും, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മറ്റു പേജുകളിലൊക്കെ ഇതൊക്കെ കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല, അതവർ മനസ്സിലാക്കണം. എന്നാൽ ആദ്യം കാണുന്ന ന്യൂസ് എൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെ സ്വാധീനിക്കും, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പോസിറ്റീവ് സൈഡൊന്നും നമ്മൾ എടുത്തില്ല, നമ്മളത് ഒടുവിലേക്ക് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് സൈഡുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമങ്ങൾ എങ്ങനെ നമ്മളെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നു. നമ്മൾ പത്രമാണ് ചർച്ച ചെയ്ത് തുടങ്ങിയത്. എന്നാൽ പത്രം മാത്രമല്ലല്ലോ നമ്മുടെ മാധ്യമം എന്ന് പറയുന്നത്. TV ഉണ്ട്, മൊബൈലുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ടാബുണ്ട്, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് എടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് മാധ്യമങ്ങളുടെ ഒരു സ്വാധീനം എന്താണ്, അത് എങ്ങനെയാണ് തെറ്റായ രീതിയിൽ നമ്മളെ ബാധിക്കുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഈ ചർച്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാം. ഏതൊക്കെ രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് നോക്കാം. അതോടൊപ്പം എങ്ങനെയാണ് ഇത് പോസിറ്റീവായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇതിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. സോഷ്യൽ മീഡിയ ഇതെങ്ങനെയാണ് നമുക്ക് ഗുണകരമായി തീരുന്നത്, എങ്ങനെയാണ് ദോഷകരമായി തീരുന്നത്? നമ്മുടെ സോഷ്യൽ മീഡിയ മോർ ലൈക്ക് അവർ ലേറ്റസ്റ്റ് ബയോഡാറ്റ. എത്രത്തോളം ഇവർ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ഇറ്റ് ഈസ് an unedited മീഡിയ. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ നമ്മളെ നമ്മളിലേക്ക് തന്നെ ഒതുക്കുന്നു.
നമ്മൾ വസ്തുതകളല്ല പലപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്നത്, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മളൊരു ന്യൂസായി, ഒരു വാർത്തയായി, അല്ലെങ്കിൽ ഒരു പോസ്റ്റായി നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.